യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ. രാജാതി രാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിന്റെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പൽക്കാലം ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നമ്മൾക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയമായിട്ട് ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് ഹൃദയംഗമായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തും. സ്തോത്രം. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. തളർന്നു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട, അധീര്യപ്പെട്ടു പോകേണ്ട, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. 125 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതായത് 24 സങ്കീർത്തനം അതിന്റെ 8 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നമ്മുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ആമേ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരും നമ്മെ സഹായിപ്പാനില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട. ഇവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, നമ്മുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊരു സഹായനായിട്ട് ഒരാൾ ഉണ്ട്. സ്തോത്രം. പലപ്പോഴും ജീവിതത്തിന്റെ സാഹചര്യത്തിന് മധ്യത്തിൽ നാം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ല എന്നോർത്ത് നാം നിരാശപ്പെടാറുണ്ട്, നാം ആകുലപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നു, നമ്മുടെ സഹായകൻ, ഹല്ലേലൂയ, സ്തോത്രം, ആയിട്ട് ഒരാളുണ്ട്. ഈ രാത്രി പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പ് പ്രാപിക്കാനായിട്ട് കഴിയാം? പ്രിയതേ മക്കളെ, സ്തോത്രം. നിരാശപ്പെടേണ്ട. ആരും സഹായിപ്പം ചിലപ്പോൾ കാണത്തില്ലായിരിക്കാം. നാം സഹായത്തിനായിട്ട് വിളിക്കുന്നവർ നമ്മുടെ അടുക്കൽ സഹായത്തിനായിട്ട് എത്തണമെന്നില്ല. പക്ഷേ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ സഹായത്തിനായിട്ട് ഓടി അരികത്തെത്തുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം ഈ പകൽക്കാലം നമ്മുടെ സഹായനായിട്ട് വെളിപ്പെട്ടു വരും. ഈ പ്രഭാതി ഞാൻ പറയട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. അതുകൊണ്ട് ആരും ഞങ്ങളെ സഹായിക്കാനില്ല എന്നോർത്ത് ഭാരപ്പെടണം. നിങ്ങളുടെ ഏതു വലിയ വിഷയമായിക്കൊള്ളട്ടെ, അതിനകത്ത് ഒരു ദൈവ പ്രവർത്തിക്കായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വിടുതലിനായിട്ട് ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങളിലേക്കും ദൈവിക വിടുതലിലേക്കും എത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുന്നു, നമ്മുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ഈ പ്രഭാതത്തിൽ സ്തോത്രം, നാം അതേ ഒത്തിരി പേരുടെ അടുക്കലേക്ക് സഹായത്തിനായിട്ട് പോയി കാണുമായിരിക്കാം. ആരുടെ അടുക്കൽ നിന്ന് ഒരു സഹായം ലഭിക്കാതിരിക്കുമ്പോൾ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ സഹായിപ്പാൻ കഴിയുന്ന, അതേ സ്തോത്രം, നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ആ സർവശക്തനോട് അടുത്തു വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എന്റെ സഹായത്തിനായിട്ട് ഒന്ന് എഴുന്നേൽക്കണമേ എന്ന്. സ്തോത്രം. മനുഷ്യന്റെ സഹായങ്ങളൊക്കെ വ്യർത്ഥമായി തീരാം, പക്ഷേ എന്റെ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. വിഷയം കൂടെ മധ്യത്തിൽ പ്രിയ ദൈവത്തിലെ നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അതേ, ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ ആ വിഷയത്തിന്റെ പരിഹാരം കർത്താവ് നിന്റെ മേൽ വരുത്തും. അതെ, നീ അതിനകത്ത് തകർന്നു പോകാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തെ ചില വിഷയങ്ങളുടെ നടുവിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഇതിനകത്ത് എന്തായി തീരുമെന്നറിയാതെ ഭയപ്പെട്ട് ആകുലപ്പെട്ടു വിചാരപ്പെട്ടു ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, തക്ക സമയത്ത് ഹല്ലേലൂയ
ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെ ദൈവം നിങ്ങളുടെ സഹായത്തിനായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അതേ പശുവധക്കാരനായി കിടന്ന ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ആരും സഹായിപ്പാനായിട്ട് ഇല്ലാതെ കിടക്കുമ്പോഴും ആ മനുഷ്യന്റെ ജീവിതത്തിനകത്തേക്ക് യേശു കർത്താവിൽ നിന്നുള്ള ഒരു വിടുതനായിട്ട് യേശു കർത്താവിന്റെ അടുക്കലേക്ക് 4 പേരെ അവിടെ എത്തിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവത്തിലെ നിസ്സഹായതയുടെ നടുവിലായിരിക്കാം നീ കടന്നു പോകുന്നത്. ആരും സഹായിപ്പാൻ ചുറ്റുവട്ടും കാണത്തില്ലായിരിക്കാം. സ്തോത്ര. പക്ഷെ നീ കാണാത്തവരെ നിന്റെ അടുക്കിലേക്ക് നിന്റെ വിടുതന്റെ ടൈമിനായിട്ട് കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. തക്ക സമയത്ത് അവർ നിന്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് ഇടയെത്തിരും. ആകുലപ്പെട്ടു പോകണ്ട. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 121:2 പ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുമെന്ന് 124 സങ്കീർത്തനത്തിൽ കാണുമ്പോൾ അതേ സ്തോത്രം. അത് നമുക്ക് തിരുവചനത്തിൽ 121 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയ്ക്ക് നിന്ന് വരുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്റെ സഹായം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ. നീ കണ്ണുയർത്തുമ്പോ ഈ വിഷയത്തിനകത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ കൊണ്ട് നീ ഭാരപ്പെടുമ്പോ നിന്നെ സഹായിക്കേണ്ടതിനായിട്ട് നീ ദൈവസ്വനിലേക്ക് ഒന്ന് കണ്ണുകളെ ഉയർത്തുവാനായിട്ട് ഇടയായി തീരുമ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയ്ക്ക് നിന്ന് വരുന്നു. ഒരു മനുഷ്യനിൽ നിന്ന് വരുമെന്നല്ല അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്ന, നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ നിന്ന് വരുമെന്നല്ല കാണുവാൻ സാധിക്കുന്നത്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്നത്, സകലതിനെ ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ സർവശക്തനായ ദൈവത്തിങ്കൽ നിന്ന് ഹല്ലേലൂയ ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ ആ സഹായം വെളിപ്പെട്ടു വരികയാ. അതേ ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ സഹായത്തെ ആർക്കും തടയാൻ കഴിയില്ല. ഒരു മനുഷ്യൻ നമ്മെ സഹായിക്കാനായിട്ട് കടന്നു വരുമ്പോ വഴിയിൽ പലതും തടയുന്ന അനുഭവങ്ങൾ കടന്നു വരാം. പക്ഷേ ദൈവത്തിന്റെ സഹായം നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ, ആ സഹായത്തെ ആർക്കും തടയാനായിട്ട് കഴിയില്ല. നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിര ആ നന്മയും ആ കരുതലും ആ പരിപാലനവും നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിന്മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീര. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയ്ക്ക് നിന്ന് വരുന്നു. ഹല്ലേലൂയ. സഹായമില്ല എന്നോർത്ത് നിസ്സഹായതയുടെ നടുവിൽ നിൽക്കുന്ന ദൈവ പൈതലേ, അവിടെ നിന്ന് പതറിപ്പോകാതെ വിളിച്ചു പറയുക, എന്റെ സഹായം ദൈവത്തിങ്കൽ നിന്ന് വരും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വിടുതൽ പ്രാപിക്കും, ഞാൻ ജയത്തിലേക്ക് ഇന്ന് കയറുമെന്ന് വിളിച്ചു പറയുക. ആ സർവശക്തനായ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. പലപ്പോഴും നാം മനുഷ്യരിലേക്കാണ് നോക്കുന്നത്. നമ്മെ ആരെങ്കിലും സഹായിക്കാനിട്ടുണ്ടോ? ചുറ്റുപാടുമുള്ളവരേക്ക് ചോദിക്കും. ഒരു വിഷയം വരുമ്പോൾ മാക്സിമം നമ്മൾ എത്ര പേരെ കോൾ ചെയ്യും, അവരെല്ലാം കോൾ ചെയ്യും, വിളിക്കും, അവരുടെ അടുക്കിലേക്ക് കടന്നു വരും. പക്ഷേ അവിടെ നിന്നൊന്നും നമുക്ക് സഹായം ലഭിക്കണമെന്നില്ല. മനുഷ്യന്റെ സഹായം ഒക്കെ വ്യർത്ഥമായി തീരാം. പക്ഷേ പ്രിയതേ മക്കളെ, നിന്റെ ഏത് സാഹചര്യത്തിലും, നിന്റെ രോഗാവസ്ഥയിൽ, നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ ഏകാന്തതയുടെ നടുവിലായിക്കൊള്ളട്ടെ, അതേ നീ ഒന്ന് വിളിക്കുമ്പോ ഹല്ലേലൂയ സഹായനായിട്ട് ഓടിയെത്തുന്ന ഒരു അരുമരക്ഷകനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പന്മാരെ മിണ്ടാതിരിക്കുവാനായിട്ട് കഴിയത്തില്ല. അതേ നീ വിളിച്ചു കഴിയുമ്പോൾ നിന്റെ അടുക്കലേക്ക് സഹായവുമായിട്ട് ഓടിയെത്തുന്ന കർത്താവിനെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് സ്തോത്രം എബ്രായർ ലേഖന കർത്താവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എബ്രായർക്കെതിരെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് 26 22 വാക്യത്തിൽ കാണുന്നു, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുക ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോട് വലിയവരോട് സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. പ്രിയതേ മക്കളെ, ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് നിൽക്കുവാൻ കഴിയുള്ളൂ. അതെന്ത് ചെയ്യുന്നു? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സഹായം ലഭിക്കുക. പ്രിയതേ മക്കളെ, നമ്മൾ ഇന്നുവരെ നിൽക്കുന്നുണ്ടെങ്കിൽ, നാം എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സർവശക്തനായ ദൈവത്തിന്റെ സഹായത്താൽ മാത്രമാണെന്ന് നമുക്ക് എത്ര പേർക്ക് പറഞ്ഞ് ഹൃദയമായിട്ട് ഇന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ആരോഗ്യം കൊണ്ടോ, നമ്മുടെ കഴിച്ച ഫുഡ് കൊണ്ടോ, നമ്മുടെ എക്സ്പീരിയൻസ്
വച്ചോ ഒന്നും അല്ല പ്രിയ ദൈവമക്കളെ. നമ്മുടെ ജോലികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബജീവിതം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ലോകത്ത് അനുഭവിക്കുവാനായിട്ടുള്ളത് എന്തെങ്കിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രി നാം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത് ദൈവത്തിന്റെ സഹായം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ഈ പ്രഭാതത്തെ നാം ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആകുലതകളെല്ലാം മറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കുക. എന്റെ ദൈവത്തിന്റെ സഹായത്തെ ഞാൻ ഇന്നുവരെ നിൽക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തയ്യാറാക്കുക. സ്തോത്രം. തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോ ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ സഹായത്താൽ വിടുതൽ പ്രാപിച്ച അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ട് നെഹമ്യാവ് ദേവസ്വനി കരയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുന്നു, ദൈവത്തിന്റെ ആലോചന പ്രകാരം ആ മതിൽ പണിയുവാനായിട്ട് ഒരു അനുമതി എന്ത് ചെയ്യുന്നു, നെഹമ്യാവിന് ദൈവം കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ആ മതിൽ പണിയുവാനായിട്ട് താൻ മുന്നോട്ട് കടന്നു വരുമ്പോ തന്നെ ഒത്തിരി പ്രതികൂലങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെയും തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതെ, ഓരോ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും തന്നെ അധൈര്യപ്പെടുത്തുന്ന രീതിയിൽ അതെ എന്ത് ചെയ്യുന്നു, ഓരോ വാക്കുകളെ അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ പരിഹസിക്കുന്ന അനുഭവത്തിൽ കാണുവാൻ സാധിക്കുന്നു. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് നെഹമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർക്ക്? ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ പകൽക്കാലം ദൈവം നിനക്ക് അനുകൂലമായിരുന്നു, ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഇനി ആരൊക്കെ നിന്ദിച്ചെന്ന് പറഞ്ഞാലും, നിന്നെ തകർക്കുവാൻ നോക്കിയെന്ന് പറഞ്ഞാലും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ നീ അവിടെ എത്തിയിരിക്കും. സ്തോത്രം. നിന്റെ കുടുംബം എത്തിയിരിക്കും, നിന്റെ തലമുറകൾ എത്തിയിരിക്കും. യേശുവിന്റെ നാമത്തെ സ്തോത്രം. അതിന് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തടയുവാൻ കഴിഞ്ഞില്ല. അതേ സ്തോത്ര. യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതുപോലെ പ്രിയ ദൈവ പൈതലെ നിന്റെ മേൽ കിടക്കുന്ന, അവിടെ വചനത്തിൽ അപ്പോസ്തല പ്രവൃത്തി കാണുവാൻ സാധിക്കുന്നു, കർത്താവിനെ അവിടെ എന്ത് ചെയ്യുന്നു, മറച്ചു വെക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു വന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലെ നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തത്തിലേക്ക് എത്തേണ്ടതിനായിട്ട് നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിക്കുവാൻ പ്ലാനും പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരും. ഇവിടെ ഒത്തിരി പ്രതികൂലങ്ങളുടെ മധ്യത്തെ നമുക്ക് കാണുവാൻ തിരുവചനത്തിലൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, നീ എത്ര തന്നെ എഴുന്നേറ്റ് പണിത് കഴിഞ്ഞാലും ഒരു കുറുക്കൻ ചാടിക്കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു വീഴാനുള്ളതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞും അവനെ എന്ത് ചെയ്യുന്നു, ഒത്തിരി നിന്ദിക്കുന്ന അനുഭവമുണ്ട്, പരിഹസിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ദൈവത്തിനെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച നെഹമ്യാവിന്റെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 15-ാം വാക്യത്തിൽ കാണുന്നു, ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് 7 മാസം 25-ാം തീയതി തീർത്തു. പ്രിയതേ മക്കളെ, ഒരിക്കലും ആ പണി പൂർത്തീകരിക്കത്തില്ല എന്നുള്ള ഒരു വെല്ലുവിളി ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നെഹമ്യാവ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന നെഹമ്യാവ് ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത നെഹമ്യാവ് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. നിന്റെ മേൽ കിടക്കുന്ന, നിന്റെ മേൽ കൈമാറിയ നിയോഗത്തെ പകുതി വഴി വച്ച് വിട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മേൽ തന്ന നിയോഗത്തെ നിന്റെ കരം കൊണ്ട് തന്നെ പൂർത്തീകരിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ കണ്ട് നീ പകുതി വഴി വച്ചിട്ട് പോകുകയല്ല ചെയ്യേണ്ടത്. അവിടെ നിന്ന് പ്രതിസന്ധിയുടെ നടുവിൽ വിളിച്ചു പറയണ, അതേ സ്തോത്രം, എന്റെ സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരാം. അതേ എന്റെ ദൈവത്താൽ ഇത് സംഭവിക്കുമെന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. മാസങ്ങളെടുത്ത് പണിയേണ്ട മതിൽ വെറും 52 ദിവസം കൊണ്ട് ആ മതിൽ പണി പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആരാ ചെയ്തു കൊടുത്തത്? സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു കൊടുത്തു. പ്രിയ ദൈവ പൈതലേ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ. യഹോവയെ ദൈവം അരുളി ചെയ്തു, അതങ്ങനെ സംഭവിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നവൻ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അതിനെ മടക്കുന്നവൻ ആർ? ഹല്ലേലൂയ. കൂടെയുള്ളവർക്ക് ധൈര്യം കൊടുത്ത് ബലം കൊടുത്ത് അവർ ഉത്സാഹത്തോടെ പണി ചെയ്യിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നതുപോലെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു,
നിന്നിൽ ഏൽപ്പിച്ചത് പൂർത്തീകരിക്കേണ്ടതിനായി നിന്റെ കൂടെ നിൽക്കുന്നവരുടെ മേൽ ഒരു ഉത്സാഹത്തെ പകർന്നു കൊടുത്തുകൊണ്ട് അതേ സ്തോത്രം മനുഷ്യർ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് അതേ സ്തോത്രം നിന്നെ പരിഹസിച്ചവർ, നിന്നെ നിന്ദിച്ചവർ, അതേ നിന്നെ കളിയാക്കിയവർ കാണെ സ്തോത്ര എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മാനുഷികമായ വാക്കുകൾ ചിലപ്പോ നിന്നെ നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അയ്യോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ഭാരം മനസ്സിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. പ്രിയ ദൈവത്തിനെ, നിനക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവസന്നി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന, ദൈവ ശബ്ദം കേട്ട് നമുക്ക് കാണുന്നു. നെഹമ്യാവ് ചാടിക്കേറി ഒന്നും ചെയ്തില്ല. രാജാവിനോട് സംസാരിക്കുന്നതിന് മുമ്പേ താൻ മുട്ടുമടക്കി തന്റെ ദൈവത്തോട് ആലോചന ചോദിക്കും. ആ ആലോചന ചോദിച്ചുകൊണ്ട് താൻ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ താൻ എന്താണ് രാജാവിനോട് പറയേണ്ടതെന്ന് ആ നാവോട് കൂടി ഇരുന്ന് സംസാരിക്കും. ഇന്ന് പ്രഭാതത്തിലും പ്രിയ ദൈവപൈതലേ, പ്രാർത്ഥന റൂമിനകത്ത് കയറിയിരുന്ന് ദൈവസന്നിധിന്റെ വിഷയത്തെ പറഞ്ഞിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോ നീ നിന്റെ മേലുദ്യോഗസ്ഥരോട് അതേ മറ്റുള്ളവരോട് എന്ത് പറയണമെന്ന് നിന്റെ നാവോട് കൂടി ഇരുന്ന് സംസാരിക്കുകയോ മറ്റുള്ളവർ നിനക്ക് അനുകൂലമായ നയങ്ങൾ തീരുമാനങ്ങൾ തരത്തക്ക രീതി ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോ എന്താ, അതേ ഒരു ശത്രുഗണം നിൽക്കുന്നുണ്ട്. അവർ അത് കേട്ടു, മതിൽ പണി പൂർത്തിയായി. അതേ ഒരിക്കലും ശത്രുഗണം പ്രതീക്ഷിക്കുന്നില്ല നെഹമ്യാവ് ഇത് പൂർത്തീകരിക്കുമെന്ന്. സ്തോത്രം. അതേ സ്തോത്രം. നീ ചിലതൊക്കെ തുടങ്ങിയത് ഒരിക്കലും പൂർത്തീകരിക്കത്തില്ല, പൂർത്തീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളികൾ ഉയർത്തുമ്പോഴും അതേ സ്തോത്ര ശത്രുമണ്ഡലത്തെ തകർത്തുകൊണ്ട് നിനക്ക് വേണ്ടി ജയം തരുന്നൊരു കർത്താവ്. ശത്രു കേൾക്കും. പ്രിയ ദൈവത്തിലെ, നിന്റെ വിടുതൽ ശത്രു കേൾക്കും. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിച്ചു എന്ന് ശത്രുഗണം കേൾക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ വചനത്തിൽ കാണുന്നു, സകല ശത്രുക്കളും അത് കേട്ടപ്പോ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. ചുറ്റുമുള്ളവർക്കൊക്കെ സ്തോത്രം ഭയമുണ്ടായി. കാരണം എന്താ? ഇവരെല്ലാരും പരിഹസിച്ചതാ. അയ്യോ, ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പണി നടക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഇത് ദൈവത്താൽ നടന്നു എന്നവർ കേട്ടപ്പോ എന്ത് ചെയ്യുന്നു? ഒരു ഭയമുണ്ടായി. ഭയം. ഹല്ലേലൂയ. സ്തോത്ര. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കുന്നത് കാണുമ്പോ ചിലരൊക്കെ ഭയപ്പെടും ഇടയായിത്തീരാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മ ചില വ്യക്തികളെ നോക്കി, കുടുംബങ്ങളെ നോക്കി പറയുന്നു, നിന്റെ മേൽ കിടക്കുന്ന നിയോഗം പൂർത്തീകരിക്കത്തില്ല, നിന്റെ തലമുറയെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോ അതെ ചിലതൊക്കെ നിറവേറുന്നത് കണ്ടുകൊണ്ട് ശത്രുഗണം ഹല്ലേലൂയ നീ സ്തോത്രം ശത്രു കേൾക്കുകയും അതെ ചുറ്റുമുള്ളവർ ഭയപ്പെടത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തി, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായത്താ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ എന്റെ സ്വർഗത്തിലെ ദൈവം പൂർത്തീകരിക്കാൻ പോകുക. നിരാശപ്പെടേണ്ട. ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ മേൽ ചലിക്കാൻ പോകുക. നിങ്ങളുടെ കുടുംബത്തിന്മേൽ ചലിക്കാൻ പോകുക. നിങ്ങളുടെ തലമുറകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സഹായം ദൈവത്തിന്റെ നിന്നുള്ള ചില സഹായങ്ങൾ സ്തോത്രം ആത്മീയ മേഖലയിലാകട്ടെ ഭൗതിക മേഖലയിലാകട്ടെ ഈ പകൽക്കാലം മുതൽ ചലിക്കാൻ പോകുക. നീ നിസ്സാരക്കാരനല്ല. നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടാ മുന്നോട്ട് പോകുന്നത്. നീ ദൈവത്തിന്റെ പൈതലാണെന്ന് തിരിച്ചറിയത്തക്ക രീതി എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിന്ന് ചില സഹായങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, തകർന്നു പോകണ്ട. സ്തോത്രം. ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുന്നു, അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ആർക്കാ? ചുറ്റുപാടുമുള്ളവർക്ക്. അതേ നിന്നുകൊണ്ട് നീ മതിൽ പണിതാലും അത് ഒരു കുറുക്കൻ കയറിയ വീഴാനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ശത്രുവിനൊക്കെ എന്ത് ചെയ്തു? അവർ അല്പന്മാരെന്ന് തോന്നി. അതേ സ്തോത്രം. നിന്റെ മുമ്പേ ബലവാന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് നിന്റെ മേൽ എതിരായിട്ട് നിൽക്കുമ്പോ പ്രിയതേ മക്കളെ, അവരെ അല്പന്മാരാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ ബലഹീനന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വചനത്തിൽ കാണുന്നു, ഈ വലിയ സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. വലിയ സമൂഹത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്നെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം, നിന്റെ പശത്ത് നിൽപ്പാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ നിന്റെ പശത്തുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. ഹല്ലേലൂയ. നിന്റെ പശത്തുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. അവൻ മേഘാരൂഢ
സ്തോത്രം നിനക്ക് വേണ്ടി സർവ്വസൈന്യാധിപനായിട്ട് യുദ്ധവീരനായിട്ട് ഇറങ്ങി വന്ന് നിന്നെ ചിലതിനകത്തുനിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ധൈര്യമായിട്ടിരിക്കാമോ? വലിയ സമൂഹത്തെ കണ്ടു ഭയപ്പെടണ്ട. ഇവിടെ ശത്രുഗണത്തെ എന്ത് ചെയ്തു? അവർ അല്പന്മാരെന്ന് തോന്നത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവരുടെ ജീവിതത്തിൽ നെഹമ്യാവിന്റെ കൂട്ടരുടെ മേൽ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് 52 ദിവസം കൊണ്ട് ആ മതിൽ പണിത് പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ കാണുന്നു, ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്തെ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ നിന്ദിക്കുന്നവർ പരിഹസിക്കുന്നവർ കണ്ട് കാണുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഇടയാക്കത്തക്ക രീതി ദൈവത്തിന്റെ സഹായത്താ നിന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങളെ ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്താനിരിക്കുന്ന ദൈവ പദ്ധതികളെ ദൈവം വെളിപ്പെടുത്തി തരും. സ്തോത്രം. ആരും സഹായമില്ലെന്നോർത്ത് നീ ആകുലപ്പെടണ്ട. വിട്ടുകളാ. സ്തോത്രം. മനുഷ്യരിലേക്ക് നോക്കിയതങ്ങ് വിട്ടുകളാകാ. സ്തോത്രം. ചുറ്റുപാടിലേക്ക് നോക്കിയവരൊക്കെ അവരൊക്കെ അല്പന്മാർ. എവിടെ വചനത്തിൽ കാണുന്നു? അവരൊക്കെ അല്പന്മാർ. അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ബലവാനായ ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. സർവശക്തനായ ദൈവം. ആ ദൈവത്തിൽ ഒന്ന് റൂമിനകത്ത് കയറിയിരുന്നിട്ട് പ്രാർത്ഥിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനത്തെ നമുക്ക് സ്തോത്ര സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ, നിന്റെ ദയ നിമിത്തം ഞങ്ങളെ വിടുവിക്കണമേ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഒത്തിരി പേരുടെ അടുക്കൽ നമ്മുടെ സഹായത്തിനായിട്ട് പോയില്ലേ? അവിടെ നിന്നൊക്കെയും നമ്മുടെ സഹായങ്ങളൊക്കെ മാറ്റിവിട്ടു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ തള്ളിവിട്ട് കാണുമായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ദാവീദ് ദൈവസന്നിധി പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് ചെന്നിട്ട് പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിന്റെ സഹായം വെളിപ്പെടും. പ്രിയതേ മക്കളെ, മനുഷ്യരിൽ ഒത്തിരി ആശ്രയിച്ചില്ലേ? അതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചില്ലേ? അവിടെ നിന്നൊന്നും നിനക്ക് സഹായം ലഭിക്കാതിരിക്കുമ്പോ ഈ പകൽക്കാലം നിന്റെ സഹായകൻ കൂടെ ഉള്ളപ്പോ ആ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കാമോ? ദൈവത്തിൽ ആശ്രയിച്ച നെഹമ്യാവിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി ബലവാന്മാരെന്ന് പറഞ്ഞു നിന്നവരൊക്കെയും അല്പന്മാരെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ എന്റെ സർവശക്തനായ ദൈവത്തിന്റെ കരം ചലിച്ചു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ സഹായം വെളിപ്പെടുകയാ. നിരാശപ്പെടണ്ട. അയ്യോ, എന്നെ ആര് സഹായിക്കുമെന്ന് ഓർത്ത് നീ കരയുന്നില്ലേ? ഭാരപ്പെടുന്നില്ലേ? സ്തോത്രം. പ്രിയ കുഞ്ഞെ, നിന്റെ സഹായകൻ കർത്താവാ. ഹല്ലേലൂയ. ആ കർത്താവ് നിനക്ക് സഹായനായിട്ടുണ്ട്. നീ ഭാരപ്പെട്ടു പോകണ്ട, നീ ആകുലപ്പെട്ടു പോകണ്ട. സ്തോത്ര. ആ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. ആ കർത്താവിൽ ഒന്ന് പൂർണ്ണമായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ആ ദൈവത്തിന്റെ സഹായം ദൈവത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുക. തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. ആ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, അതെ സ്തോത്ര, എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെല്ലുക. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, മനുഷ്യരുടെ അടുക്കിലേക്ക് ചെല്ലാനല്ല പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖന കർത്താവ്. അതേ സ്തോത്രം, നമുക്ക് സഹായനായി കൂടെ ഇരിക്കുന്ന ആ കർത്താവിന്റെ അടുക്കിലേക്കൊന്ന് ചെന്നിട്ട് ആ കർത്താവിനോട് ദാവീദ് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാമോ? എന്റെ സഹായത്തിനായിട്ടൊന്ന് എഴുന്നേൽക്കണമേ. ഞാൻ നിസ്സഹായതയുടെ നടുവിലാണ് നിൽക്കുന്നത്. എന്നെ സഹായിപ്പാൻ ഈ വിഷയത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ആരുമില്ല കർത്താവേ. എന്റെ സഹായത്തിനായിട്ടൊന്ന് കടന്നു വരണമേ എന്ന് പറഞ്ഞ് ആ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് അപ്പന്റെ പാദപീഠത്തിലൊന്ന് ആശ്രയിച്ചു കൊണ്ട് വീഴാമോ? സ്തോത്രം. നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിങ്കൽ നിന്ന് നിനക്ക് സഹായം വെളിപ്പെടും. പ്രിയ ദൈവമക്കളെ, ഉറച്ചു നിൽക്കുക, വിശ്വസിക്കുക, അധൈര്യപ്പെട്ടു പോകണ്ട, മനസ്സ് ചഞ്ചലിച്ചു പോകണ്ട. കർത്താവിന്റെ കരം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, കർത്താവ് നിന്റെ വലം കൈ പിടിച്ചിട്ടുണ്ട്. കർത്താവ് നിന്നെ താങ്ങുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ കർത്താവിൽ ബലപ്പെടുക, കർത്താവിൽ ശക്തീകരിക്കപ്പെടുക. സ്തോത്ര. സർവശക്തനായ ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ വെളിപ്പെടും.
ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. ഞങ്ങളെ സഹായിപ്പാനായിട്ട് ആരുമില്ല എന്നോർത്ത് നെടുവീർപ്പിടുന്ന കരയുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഏത് സമയത്തും സഹായത്തിനായിട്ട് അങ്ങയുടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ അരുളി ചെയ്ത കർത്താവേ, അപ്പൊ അതിന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, അങ്ങേ നിന്നുള്ള സഹായം ഇവരുടെ മേൽ വെളിപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ സ്വരിലേക്ക് കടന്നു വരുന്നു. അപ്പൊ അങ്ങ് ഞങ്ങളുടെ സഹായത്തിനായിട്ട് ഈ പകൽക്കാലം എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ചില വിടുതലുകൾ നടക്കട്ടെ, ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. എന്റെ ദൈവത്താൽ ഇവർ ദൈവിക വാഗ്ദത്തത്തിലേക്ക് കയറട്ടെ കർത്താവേ. സഹായമില്ലാതെ നിസ്സഹായതയുടെ നടുവിൽ നിൽക്കുമ്പോ അപ്പൊ അങ്ങയുടെ സഹായം ഇവരെ തേടിയെത്തുന്ന പകൽക്കാലമായി തീരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഭാരത്തോടും പ്രയാസത്തോടും ആകുലതയോടും രോഗാവസ്ഥയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടമേ ഈ പൽക്കാലം സൗഖ്യമായി വിടുതലായി സമാധാനമായിട്ട് അങ്ങയുടെ സഹായത്തെ ഇവരുടെ മേൽ ദൈവം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.